ആലപ്പുഴ മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ ഒരു പ്രതി പിടിയിൽ. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി രാജേഷ് മണികണ്ഠനാണ് പിടിയിലായത്. മാമ്പുഴക്കരി സ്വദേശി കൃഷ്ണമ്മയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. 3.5 പവൻ സ്വർണം, 36,000 രൂപ, ഓട്ടുപാത്രങ്ങൾ, ATM കാർഡ് എന്നിവയാണ് നഷ്ടപ്പെട്ടത്. മാമ്പുഴക്കരിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 62-കാരിയായ കൃഷ്ണമ്മയുടെ വീട്ടിലാണ് പുലർച്ചെ 2 മണിയോടെ കവർച്ച നടന്നത്. രോഗി പരിചരണത്തിനും മറ്റും പോയിരുന്ന കൃഷ്ണമ്മയ്ക്കൊപ്പം അടുത്തിടെ പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ കല എന്ന യുവതിയും കുറച്ചു ദിവസങ്ങളായി താമസിച്ചിരുന്നു. ഇന്നലെ രാത്രി കലയും കൃഷ്ണമ്മയും വെവ്വേറെ മുറികളിലായി ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 2 മണിയോടെ ശബ്ദം കേട്ട് കൃഷ്ണമ്മ കണ്ണു തുറന്നപ്പോൾ 4 പേർ അകത്തേക്ക് വരികയും താൻ ബഹളമുണ്ടാക്കിയപ്പോൾ തലയ്ക്കടിക്കുകയും ചെയ്തതായി കൃഷ്ണമ്മ പറഞ്ഞു. തുടർന്ന് കാലുകൾ കെട്ടിയിട്ട് വായിൽ തുണി തിരികിയ ശേഷമായിരുന്നു മോഷണം. കൃഷ്ണമ്മയുടെ 3.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, 36,000 രൂപ, ATM കാർഡ്, ഓട്ടുപാത്രങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടു. മോനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ പോലീസുകാരൻ വന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം വന്നു. എന്തോരം സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? എന്തോരം അവർ കവർന്നെടുത്തോണ്ട് പോയിട്ടുണ്ട്? 2 വള, 2 വളയും കമ്മൽ, കുഞ്ഞമ്മല, 2 ഗ്രാം തേയില, ഒരു മാല, മൊത്തം പിന്നെ പാത്രങ്ങൾ, ഉരുളി, വിളക്ക്, കൊട, പൗഡർ, സോപ്പ്, ഇതൊക്കെ എടുത്തുണ്ട് വലിച്ചു വാരിയിട്ട്. ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഉറങ്ങാൻ നേരം ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞു ശരി ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കയറി കിടന്നു. അന്നേരം കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു അന്നൊന്നും എനിക്കറിയത്തില്ല. മോഷണത്തിന് ശേഷം യുവതി ഉൾപ്പെടെയുള്ളവർ സ്ഥലം വിട്ടു. പുലർച്ചെ കാലിലെ കെട്ടഴിച്ച ശേഷം കൃഷ്ണമ്മ തന്നെയാണ് മോഷണ വിവരം അയൽവാസികളെയും ബന്ധുക്കളെയും അറിയിച്ചത്. പിന്നീട് പോലീസിൽ പരാതി നൽകി. ജനം, ആലപ്പുഴ.